everyone. ഇന്നൊരു ഹെൽത്തി സാലഡ് ആയാലോ? നമുക്ക് പലർക്കും സാലഡ്സ് ഇഷ്ടമാണ്. എന്നാൽ കുറച്ച് പേർക്ക് സാലഡ്സ് വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കഴിക്കാറുണ്ട്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. ട്യൂണ കൊണ്ടൊരു സാലഡാണ്. ട്യൂണ ഫിഷ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ചിക്കൻ വേണമെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യാം. നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ഇട്ടിട്ട് സാലഡ് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ ട്യൂണ സാലഡ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇന്നത്തെ സ്പെഷ്യാലിറ്റി ട്യൂണ സാലഡാണ് അല്ലേ? അതെങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. നോർമലി നമ്മൾ സാലഡ്സ് ഒക്കെ ഉണ്ടാക്കുമ്പം മയണൈസും ഒക്കെ ചേർക്കാറുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹെൽത്ത് കോൺഷ്യസ് ആയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ട്യൂണ ഇതേപോലെ ടിന്നിൽ കിട്ടും. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഉണ്ടാവും. അത് മുഴുവനും നമ്മളൊന്ന് ഫിൽറ്റർ ചെയ്ത് കളയണം. ഞാനിപ്പോൾ ഇതിൻ്റെ ട്യൂണയുടെ മുകളിലുള്ള ഓയിൽ മുഴുവനും ഒന്ന് ഫിൽറ്റർ ചെയ്തു. ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ട്യൂണ മുഴുവൻ ഇതേപോലെ ഒന്ന് ഫ്ലേക്സ് പോലെ ആക്കാം. മുഴുവൻ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് വിടർത്തി ഇങ്ങനെ ഇടണം. ഇനി ഇതിലേക്ക് സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ക്യാരറ്റ്, ഇതെല്ലാം ഞാൻ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സൈസ് അനുസരിച്ച്. അത് ചെറിയതായിട്ട് കിടക്കുമ്പം സാലഡ് കാണാൻ നല്ല ഭംഗിയില്ലേ, അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തത്. ബെൽ പെപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കം, പിന്നെ സെലറി, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാലഡാണ്. ക്യാരറ്റും ബെൽ പെപ്പറും എല്ലാം വീട്ടിൽ തന്നെ കാണും. ട്യൂണയും പിന്നെ സെലറി ഇത് മാർക്കറ്റിലെല്ലാം കിട്ടുന്നതാണ്. ഇനിയും ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ, ഇത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ലെമൺ ജ്യൂസ്, സോയാ സോസ്, പിന്നെ കുറച്ച് മസ്റ്റേർഡ് സോസ്. ഇത് ഓപ്ഷണലാണ്. മസ്റ്റേർഡ് സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് യൂസ് ചെയ്യണമെന്നില്ല. ഇത്രയും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇനിയും ഈ മിക്സ് ചെയ്ത് വെച്ചത് ഈ സാലഡിലേക്കൊന്ന് ഒഴിക്കാം. കുറച്ച് സോൾട്ടും, ഇതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ആവശ്യത്തിന് സോൾട്ടും ആവശ്യത്തിന് പെപ്പർ, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലിപ്പോൾ നമ്മൾ മയണൈസോ ഒന്നും ചേർത്തിട്ടില്ല, എല്ലാം ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. സാലഡ്സ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം നമുക്ക് ട്യൂണ സാലഡ് വെക്കാം. അപ്പോൾ ട്യൂണയ്ക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിലും ചെയ്യാം. അതല്ല വെജിറ്റബിൾസ് മാത്രം ഇട്ടപ്പം വേറെയും കുറച്ചുകൂടെ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് വെജിറ്റബിൾ സാലഡ് ആക്കാം. ഇതിനകത്ത് ഒലിവ്സ് വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ അവരവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. അപ്പം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അങ്ങനെ നമ്മുടെ ട്യൂണ സാലഡ് 3 മിനിറ്റിനുള്ളിൽ റെഡിയായി. ഇന്ന് രാത്രി സാലഡ് ഇതായാലോ? അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.